സ്ത്രീകളാണെങ്കിൽ അബോർഷനൊക്കെ ഉണ്ടാവുന്നുള്ളത് അതിലിപ്പോഴും സ്റ്റാൻഡ് സ്ത്രീകളാണെങ്കിൽ അബോർഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. സ്ത്രീകളാണെങ്കിൽ പ്രഗ്നന്റ് ആവും എന്നേ പറഞ്ഞു. അല്ലാതെ അബോർഷൻ ആക്കുന്ന അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. ആ രീതിയിൽ പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞാൽ ആ രീതിയിലാണ് എടുക്കുന്നത്. സ്ത്രീകളാണെങ്കിൽ അബോർഷൻ ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. സ്ത്രീകളാണോ ഒരു പെണ്ണാണ് അമ്മയാവും അല്ലേ, പ്രഗ്നന്റ് ആവും അമ്മയാവും. ഇത്ര വലിയ സംഭവം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് കണക്കുണ്ടെങ്കിൽ രേണു സുധി ഇത് കണക്ക് അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പല രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനൊരു മറുപടിയായിട്ടാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ രേണു സുധി ഇങ്ങനത്തെ ഉള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. താനുണ്ടെങ്കിൽ അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അബോർഷനെ ചെയ്യാമെന്നുള്ളതിൻ്റെ രീതിയിലൊന്നും അല്ല പറഞ്ഞത്. ഒരു അമ്മയെ തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആവും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ആൾക്കാരുണ്ടെങ്കിൽ അത് വളച്ചൊടിച്ചതെന്ന് മാത്രമാണ്. അത് സത്യമാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ രേണു സുധി മാത്രമല്ല ആരുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരി, നമ്മളുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും അത് ആൾക്കാർ വേറെ രീതിയിൽ വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളാക്കി ഏറ്റ് മാറ്റുന്നതായിരിക്കും. സോ അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ രേണു സുധി കൊടുത്തത് നല്ലത് തന്നെയാണ്.